തീവ്രവാദികള്, ഉഗ്രവാദികള്, എല്ലാ നിലക്കുള്ള ആളുകള് പള്ളികളും സ്ഥാപനങ്ങളെല്ലാം അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയപ്പോൾ ആ രാഷ്ട്രത്തിലെ അവിടുത്തെ ഭരണാധികാരികൾക്ക് പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും പൂട്ടണം എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങളെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കുവാനും അവർക്ക് ആത്മീയമായി പഠിപ്പിച്ചു കൊടുക്കാനും അല്ലാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉലമാഇന്റെയും സാദാത്തിന്റെയും നേതൃത്വം നമ്മുടെ കേരളത്തിലും പരിസരത്ത് കർണാടകയിലും ഇന്ത്യ രാജ്യത്തൊക്കെ ഉള്ളതുപോലെയുള്ള അവസ്ഥ ഇല്ലാതെ വന്നപ്പോൾ പള്ളികളും സ്ഥാപനങ്ങളൊക്കെ സർക്കാർ പൂട്ടിക്കുന്നൊരവസ്ഥ വന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സർവ്വ ഷർറുകളെ തൊട്ട് നമ്മുടെ രാജ്യത്തെ അല്ലാഹു കാക്കുമാറാകട്ടെ. ഏത് സ്ഥാപനത്തിലും കണ്ടില്ല, ഈ പാതിരാ സമയത്തും ഇതിനെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുടെ സ്ഥാപനത്തിൽ നാളെ മറ്റന്നാൾ ജാമിയ സഅദിയിൽ 27 മലപ്പുറത്ത് നേരം വെളുക്കുന്നത് വരെ ഈ മൈതാനിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീൻ പറയുമ്പോഴും ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ജനങ്ങൾ കൂടുമ്പോഴും ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്കതിന് പിന്തുണക്കുന്നു, സഹായിക്കുന്നു, സഹകരിക്കുന്നു. മറ്റ് ഇതര മതസ്ഥർ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി അവരും നമ്മളോടൊപ്പം ഉണ്ട്. അവരും നേർച്ചകൾ തരുന്നു, അത് വേണമെന്ന് അവർ പറയുന്നു. ഇതാണ് ഇന്ത്യ രാജ്യം, ഇതാണ് ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തിലെ ചക്രചൊറാക്കി നശിപ്പിച്ച് സുബ്ഹാനല്ലാഹ് ഈ രാജ്യത്തിലുള്ള ഇത്തരം സദസ്സുകളെയും അല്ലാഹുവിൻ്റെ പള്ളികളെയും ദീന്റെ സ്ഥാപനങ്ങളെയും പൂട്ടിക്കാൻ വേണ്ടി തീവ്രവാദത്തിന്റെ പേരിലോ ഉഗ്രവാദത്തിന്റെ പേരിലോ ആര് വരുമ്പോഴും മുസ്ലിം ഉമ്മത്ത് പറയേണ്ട മറുപടി, അങ്ങനെയുള്ളൊരു തീവ്രവാദം, അങ്ങനെയുള്ളൊരു ഉഗ്രവാദം ഇവിടെ പഠിപ്പിക്കേണ്ടത് 94 വർഷം ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമയും മഹാനായ നൂറുൽ ഉലമയും അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാന്മാരോടൊപ്പം അന്നും ഇന്നും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ബായാർ തങ്ങൾ, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ, ബഹുമാനപ്പെട്ട കുമ്പൂൽ സാദാത്യങ്ങള്, മഹാനായ ഖുറാതങ്ങള്, ഖലീൽ തങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന സാദാത്തുക്കളും ഉലമാക്കളും പഠിപ്പിക്കാത്ത ഒരു തീവ്രതയോ അല്ലെങ്കിൽ ഒരു ഉഗ്രവാദമോ അല്ലെങ്കിൽ ഒരു ആവേശമോ അല്ലെങ്കിൽ ദീനീ സ്പിരിറ്റോ ഞങ്ങൾക്ക് ആവശ്യമില്ല. അവർ പഠിപ്പിച്ചത് മാത്രം മതി എന്ന് മറുപടി പറയാൻ മുസ്ലിം ഉമ്മത്തെ നാം ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ ഈ ഇന്ത്യ രാജ്യത്ത് സമാധാനത്തിലും സൗഹാർദ്ദത്തിലും പ്രശ്നങ്ങളില്ലാത്ത നിലക്ക് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വിശുദ്ധമായ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട യുവസമൂഹത്തോട്, ലോകത്ത് മുഴുവനും ഈ വാക്ക് ശ്രദ്ധിക്കുന്നവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അവരാണ് നമ്മുടെ നേതൃത്വം. ആ നേതൃത്വം പറയാത്ത ഒരു തീവ്രത, ആ നേതൃത്വം പറയാത്ത പഠിപ്പിക്കാത്ത ഒന്ന് നമുക്ക് പഠിക്കുന്നതും വേണ്ട, ആരും പഠിപ്പിക്കുന്നതും വേണ്ട, അത് ഏറ്റെടുക്കുന്നതും വേണ്ട, അത് നടക്കാനും പോകുന്നില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആ നിലക്ക് നമ്മുടെ ഈ സമൂഹത്തെ വളർന്നു വരുന്ന തലമുറയെ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ആ നേതൃത്വത്തിന് കീഴിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. അപ്പൊ നമുക്കിപ്പോൾ നരകത്തിലെത്താതിരിക്കാൻ എന്താണ് മാർഗം? ആ ദുള്ളി ഏതായിരുന്നാലും നമ്മ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? മനസ്സിലായില്ല? ഏത് ദുള്ളി എൻ്റെ കൂടെ ഇല്ല, തങ്ങളെന്നെ കാക്കുന്ന തങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ വരും. ഏത് തുള്ളി? ഏത് തുള്ളി? യോദ്ധാവിൻ്റെ തുള്ളി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമുക്കിപ്പോൾ എന്തേ വഴി? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അർക്കസലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കണ്ടിട്ട് തന്നെയാണ് മുത്തനബി പറയുന്നത്, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ അറിഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷന ഭയന്നു പടച്ചറബ് ചെയ്ത നിഅമത്തുകൾ, പടച്ചറബ് തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിച്ച് ആ നിഅമത്തുകൾക്ക്, ആ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ശുക്ർ ചെയ്തില്ലല്ലോ, ഞാൻ ഒരു ശാക്കിറായില്ലല്ലോ, ഞാൻ ഒരു ദാക്കിറായില്ലല്ലോ. എത്ര നിഅമത്താണ് എൻ്റെ റബ്ബ് എനിക്ക് തന്നത്. ആ നിഅമത്തുകളൊക്കെ എനിക്ക് തന്നിട്ട്
ആ റബ്ബിൻ്റെ പൊരുത്തമനുസരിച്ച്, ആ റബ്ബ് പറഞ്ഞതനുസരിച്ച് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഞാൻ എത്ര ഹറാമുകളാണ് കണ്ടുപോയത്. അവൻ തന്ന കാതുകൊണ്ട്, കേൾവി കൊണ്ട് ഞാൻ എത്രയാണ് തെറ്റുകൾ കേട്ടുപോയത്. എത്ര തെറ്റുകളാണ് എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയത്, എൻ്റെ കൽബ് കൊണ്ട് ചിന്തിച്ചു പോയത്, എൻ്റെ കൈ കൊണ്ട് കൊടുക്കുകയും എടുക്കുകയും ചെയ്തു പോയത്, എൻ്റെ കാല് കൊണ്ട് നടന്നു പോയത്. സുബ്ഹാനല്ലാഹ്, കണക്കില്ലാതെ തെറ്റുകൾ, ചെറുദോഷങ്ങൾ, ബന്ധോഷങ്ങൾ എൻ്റെ വക്കിൽ നിന്ന് അറിഞ്ഞിട്ടും അറിയാതെയും ഞാൻ എത്രയാണ് ചെയ്തു പോയത് റബ്ബേ. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും എനിക്ക് റബ്ബായ നീ തന്ന ഒരു അനുഗ്രഹം എൻ്റെ വക്കിൽ നിന്ന് തിരിച്ചെടുത്തിട്ടില്ലല്ലോ. എൻ്റെ കണ്ണ് നീ നഷ്ടപ്പെടുത്തിയില്ല, എൻ്റെ തലച്ചോറ് നീ നഷ്ടപ്പെടുത്തിയില്ല, എൻ്റെ ഹാർട്ട് നീ നശിപ്പിച്ചില്ല, എൻ്റെ സംസാര ശക്തി നീ ക്യാൻസൽ ചെയ്തില്ല, എൻ്റെ കേൾവി നീ എടുത്തു കളഞ്ഞില്ല, എൻ്റെ ഓർമ്മശക്തി നീ മായിച്ചു കളഞ്ഞില്ല, എൻ്റെ അരക്ക് താഴെ ജീവനില്ലാത്തവനാക്കി എന്നെ നീ മാറ്റിയില്ല, എൻ്റെ രണ്ട് ഭാഗത്ത് ശക്തിയില്ലാത്തവനായി നീ എന്നെ കിടത്തിക്കളഞ്ഞില്ല. എത്രയോ തെറ്റുകൾ, എത്രയോ കുറ്റങ്ങൾ റബ്ബായ നിന്നോട് ഞാൻ ചെയ്തിട്ടും റബ്ബേ നീ എനിക്ക് വേണ്ടതെല്ലാം തന്നിട്ട് നീ എന്നെ പോറ്റി സംരക്ഷിക്കുന്നല്ലോ അല്ലാഹ്. ആ നിനക്ക് നീ എന്നെ പോറ്റുമ്പോൾ റബ്ബായ നിന്നോട് കടപ്പെട്ട നിനക്ക് ജീവിക്കാൻ, റബ്ബായ നിനക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ഒരു ഷാക്കിറായി ദാക്കിറായി ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ അല്ലാഹ് എന്നോർമ്മിച്ച് മനസ്സ് പൊട്ടി. റബ്ബേ ദുന്യാവിൽ ഞാൻ ചെയ്തതെല്ലാം എനിക്ക് റബ്ബായ നീ മറച്ചു വെച്ചിട്ടുണ്ട്. എന്തെല്ലാം തെറ്റുകളാണ് ഞാൻ ചെയ്തു പോയത്, പറഞ്ഞു പോയത്. സുബ്ഹാനല്ലാഹ്, വഞ്ചന എത്രേ, കളവെത്രേ, തിരുമറിയെത്ര, സുബ്ഹാനല്ലാഹ് പറയേണ്ടതില്ല. അതെല്ലാം റബ്ബായ നീ അറിയുന്നവനല്ലേ. യഅലമു ഖായിറത്തൽ അയ്നി വമാ തുഖ്ഫി സുദൂർ. ഹൃദയത്തിന്റെ കത്ത് മറച്ചു വെച്ചതും നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടത്തെയും എല്ലാം അറിയുന്ന ഉടമസ്ഥനല്ലേ. ആ റബ്ബായ നീ എന്റെതെല്ലാം അറിഞ്ഞിട്ട് നീ അതിവിടെ പരസ്യപ്പെടുത്തിയില്ല. ആർക്കും അറിയാനുള്ള മാർഗം നീ ഉണ്ടാക്കിയില്ല. അതെല്ലാം നീ എനിക്ക് ദുനിയാവിൽ മറച്ചു തന്നു അല്ലാഹുവേ. എല്ലാം എന്നെ തൊട്ട് നീ മറച്ചു വെച്ചു റബ്ബേ. ദുനിയാവ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ദുനിയാവിൻ്റെത് അവസാനിക്കുമല്ലോ. അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാനുള്ളത് നിന്റെ കോടതിൻ്റെ മുമ്പിലല്ലേ. ആ കോടതിന്റെ മുമ്പിൽ വെച്ചു ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഅദ്ദിസു അഖ്ബാറഹാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു സ്വഹാബത്തിനോട്, നിങ്ങൾക്കറിഞ്ഞോ മാ അഖ്ബാറുൽ അർള്, എന്താണ് ഭൂമിന്റെ വർത്തമാനങ്ങൾ? എന്തേ ഖിയാമത്ത് നാളിൽ ഭൂമി ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞല്ലോ സൂറയിൽ, എന്തേ ഭൂമിന്റെ വർത്തമാനം തിരിഞ്ഞോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, തിരിഞ്ഞില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഭൂമിയിൽ എവിടെ വെച്ച് നീ എന്തൊക്കെയാണ് ചെയ്തത്, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, നീ എന്തെല്ലാം തിരിമറികളാണ് നടത്തിയത്, നീ എന്തൊക്കെ വഞ്ചനകളാണ് നടത്തിയത്. സുബ്ഹാനല്ലാഹ്, ഈ ഭൂമിന്റെ മേലെ ഏതെല്ലാം സമയത്ത് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഭൂമി അതാ ഖിയാമത്ത് നാളിൽ അങ്ങനെ പറയാൻ തുടങ്ങിപ്പോയി. ആ പറയുന്ന സമയത്ത് ഓ സഹോദരന്മാരെ, മറച്ചു വെക്കാൻ, പറയണ്ടെന്ന് പറയാൻ നമുക്കാർക്കെങ്കിലും കഴിവുണ്ടോ? ഇതെല്ലാം പടച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ട്, അല്ലാഹ് നീ എനിക്ക് മാപ്പ് നൽകണം, നീ എനിക്ക് വിട്ടുതരണം. എൻ്റെ അയ്ബുകൾ, കുറവുകളൊക്കെ ഈ ഭൗതികമായ ലോകത്ത് നീ മറച്ചു വെച്ചതുപോലെ എനിക്ക് ആഖിറത്തിലും നീ മറക്കണം റബ്ബേ. എൻ്റെ സകല കുറ്റങ്ങളും നീ ഒന്ന് മായിച്ചു കളയണം അല്ലാഹ്. എനിക്ക് നീ പുറത്തു തരണം അല്ലാഹ്. എനിക്ക് നീ മാപ്പാക്കണം റബ്ബേ. നിന്റെ നരക ശിക്ഷക്ക് എന്നെ വിധേയരാക്കല്ല. എന്നിങ്ങനെ പടച്ച റബ്ബിനോട് നിന്റെ കുറ്റങ്ങൾ, കുറവുകൾ എണ്ണി എണ്ണി പറഞ്ഞു
ആ റബ്ബിനോട് മാപ്പിനെ ചോദിച്ച് ആ റബ്ബിനോട് നീ ഒന്ന് പൊട്ടി പൊട്ടി കരയണം. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരാ, നേതാക്കളെ, അലിമിങ്ങളെ, അങ്ങനെ കരയുമ്പോൾ നമ്മളെ കണ്ണിന്ന് കണ്ണുനീരങ്ങനെ ഊറ്റി, ആ കണ്ണിന്റെ കണ്ണുനീര് ഭൂമിയിലേക്ക് ഒലിച്ചു, ഒരു തുള്ളി ഊറ്റി, അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിലേക്ക് ഒലിച്ചു. സുബ്ഹാനല്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞ് പടച്ച റബ്ബിനോട് വാപ്പിനെ ചോദിച്ച് പടച്ച റബ്ബിനെ ഭയന്ന് പടച്ച റബ്ബിന്റെ ശിക്ഷനെ ഭയന്നിട്ട് ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിൽ ഉറ്റിയിട്ടുണ്ടോ അവനെ നരകത്തിന്റെ പുക തൊടില്ല, നരകത്തിന്റെ തീരെ തൊടില്ല, അവൻ നരകത്തിലേക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ലേ? ഇത് നമുക്ക് ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ബയാർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ മജ്ലിസിലേക്ക് നമ്മൾ വന്നത്, ഇല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ തങ്ങൾ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. രാത്രി പാതിരാക്കണിച്ച് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അവർ എണീറ്റ് പടച്ച റബ്ബിനോട് മാപ്പിനെ ചോദിച്ചു, പടച്ച റബ്ബിനോട് തെറ്റിനെ മാപ്പ് ചോദിച്ചു, കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച മുസല്ല അങ്ങ് മടക്കുമ്പോൾ ആ മുസല്ല നനഞ്ഞു കാണുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് നനയുന്നത്? അവരുടെ കണ്ണിൽ നിന്ന് അല്ലാഹുവിനെ പേടിച്ചു, അല്ലാഹുവിനെ അറിഞ്ഞു, ആ റബ്ബിനോട് മാപ്പിനെ ചോദിച്ചു. അവിടുത്തെ കണ്ണിന്നൊലിച്ച വെള്ളം കൊണ്ട് ആ മുസല്ല നനഞ്ഞു പോയെങ്കിൽ നമ്മളെ തൊട്ടടുത്തായി നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹാനായ ശൈഖുനാ ഉസ്താദിനാ നൂറുൽ ഉലമ അല്ലാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ കാണുന്ന അറിയില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, പാതിരാ സമയത്തടിച്ച് റംളാനിലല്ല, ലൈലത്തുൽ ഖദറിലല്ല, വെള്ളിയാഴ്ച അല്ല, എല്ലാ ദിവസവും എല്ലാ രാത്രിയും സുബ്ഹാനല്ലാഹ് സുബ്ഹിക്ക് രാവിലെ സുബ്ഹിക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് എണീറ്റ് ആ റൂമിലെ ചെറിയ വിളക്കിട്ടുകൊണ്ട് മഹാനായ നൂറുൽ ഉലമ ഉസ്താദ് അവരുകൾ 94 വയസ്സ് ജീവിക്കുമ്പോൾ അവിടുത്തെ 80 വയസ്സും അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനിന് വേണ്ടി മാത്രം, വേറെ ഒരു അക്ഷരം പടച്ചുറപ്പ് പൊരുത്തപ്പെടാത്തതിന് വേണ്ടി ഒരു വാക്ക് പറയാത്ത, തൻ്റെ ശ്വാസം അതിന് ചെലവാക്കാത്ത, അല്ലെങ്കിൽ പടച്ചുറപ്പ് പൊരുത്തപ്പെട്ടതിലല്ലാതെ ഒരു നിമിഷം വരെ ചെലവഴിക്കാത്ത, തൻ്റെ സമയങ്ങൾ മുഴുവനും ടൈം ടേബിൾ സിസ്റ്റമിലൂടെ മാത്രം ഉപയോഗിച്ച് ഇവിടെ നമുക്ക് മാതൃക നൽകിയ മഹാനായ നൂറുൽ ഉലമ ഉസ്താദ് അവർകൾ, നിങ്ങൾ നോക്ക്, പലപ്പോഴും പാതിരാക്കണിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് എല്ലാ ദിവസവും അവിടുന്ന് പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടവർ അറിഞ്ഞവർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട മാണിക്കത്ത് ഉസ്താദ് പറയുന്നു, ഞാൻ കാഞ്ഞങ്ങാട് ഭാഗത്ത് ഒരു വീട് കുടിയാകാൻ വേണ്ടി രാവിലെ ഉസ്താദ് വരാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരുന്നു. അങ്ങനെ അവർ ഒരു 4:30 മണിക്ക് സുബഹിക്ക് അരമണിക്കൂർ മുമ്പ് അവർ സൈദിയിലെത്തി എൻ്റെ റൂമിൻ്റെ അടുത്ത് വന്നു മുട്ടി. അങ്ങനെ ഞാൻ അറിയുന്ന ആളുകളുമാണ്, എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്നോട് പറയാണ് മാണിക്കു ഉസ്താദ്. അങ്ങനെ പോയി ഉസ്താദിൻ്റെ ആ റൂമിൻ്റെ പുറത്തുള്ള ഡോറ് തുറന്നു. അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഡോറ് തുറന്നു. അകത്ത് ചെറിയ ഒരു വാതിലുണ്ട്. അകത്ത് ആ റൂം പോയി തുറന്നു നോക്കുമ്പോൾ മാണിക്കത്ത് ഉസ്താദ് പറയുന്നു, എം.എ. ഉസ്താദ് ആ സുജൂദിൽ കിടന്നു കരയുന്നു. ഞാനത് കേട്ട് കണ്ടു. വളരെ പെട്ടെന്ന് പേടിച്ച് ഇങ്ങോട്ട് മാറിപ്പോയി. ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ, ഉസ്താദിൻ്റെ ആ സമയത്തുള്ള ആ ഒരവസ്ഥക്ക് വല്ല ബുദ്ധിമുട്ടാക്കിയാൽ ഞാൻ തന്നെ കരിഞ്ഞു പോകുമോ എന്നെനിക്ക് പേടിയായി. ബഹുമാനപ്പെട്ട മാണിക്കത്ത് ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. എവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നമ്മുടെ മഹത്തുക്കൾ മുഴുവനും, നാം ആദരിക്കുന്ന നമ്മുടെ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന മഹത്തുക്കളൊക്കെ അല്ലാഹുവിനെ പേടിച്ച് പടച്ചുറപ്പിനെ അറിഞ്ഞു അവരെ കണ്ണുന്ന് വെള്ളം ഒലിപ്പിച്ചവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട്
എല്ലാവരോടും പറയുന്നു, നമ്മളൊക്കെ കുറെ ചിരിച്ചവരാണ്, ടൈം പാസ് പറഞ്ഞ് ചിരിച്ചവരാണ്. അതേ സ്ഥാനത്ത് കരഞ്ഞവർ അല്ല. നമ്മൾ കരയണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾക്ക് ചിരിക്കാൻ സമയം ഉണ്ടാവില്ലായിരുന്നു. വളരെ കുറഞ്ഞ സമയം മാത്രം നിങ്ങൾ ചിരിക്കുമായിരുന്നു. വലബകൈതും കസീറാ, നിങ്ങൾ വളരെ കൂടുതൽ അല്ലാഹുവിനെ പേടിച്ച് കരയുമായിരുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമ്മൾക്കെന്തേ കരച്ചൽ വരാത്തത്? നമ്മളെ കണ്ണെന്തേ വെള്ളം വരാത്തത്? സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു അറിവ്, അല്ലാഹുവിനെ പറ്റിയുള്ള അറിവ്, പടച്ചറബിനെ പറ്റിയുള്ള പേടി നമ്മളെ കൽബിൽ ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവറുകൾ എന്നോട് അല്പം മുമ്പ് പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോൾ തഖ്വനെ പറ്റി പറഞ്ഞോളൂ, അല്ലാഹുവിനെ പേടിക്കാൻ പറയണം എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് ഇങ്ങോട്ട് നിർദ്ദേശം തന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ അറിഞ്ഞവരായി നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്ത് വിഷയം വരുമ്പോഴും ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ, യഥാർത്ഥ സത്യവിശ്വാസികളെന്ന് പറഞ്ഞാൽ ആരാണ്? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ അവരെ മുമ്പിൽ പറയപ്പെട്ടാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ, പടച്ചറബിനെ പറ്റി അവരെ മുമ്പിൽ ഓർമ്മിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരെ കൽബുകളൊക്കെ, ഹൃദയങ്ങളൊക്കെ ഗിടഗടാ വിറച്ചുപോയി, അവരെ കൽബങ്ങ് പേടിച്ചു വിറച്ചുപോയി. അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പടച്ചറബിനെ പേടിക്കുന്നവരായി നമ്മൾ മാറിയാൽ നമ്മൾക്ക് മുഴുവനും കൺട്രോൾ വന്നുപോയി. നമ്മളെ നാവിന് തന്നെത്താൻ കൺട്രോൾ വന്നു. കൺട്രോൾ ആക്കാൻ ആള് വേണ്ട. എന്തേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ ഖൽബെന്ന് പറയുന്ന ആ മാംസക്കട്ട നന്നായാൽ, ഇദാ സ്വലഅത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിന്റെ ഹൃദയം എന്ന് പറയുന്ന ആ മാംസക്കട്ട, ആ ഹൃദയം ഒന്ന് നന്നായാൽ പിന്നെ നിന്റെ ശരീരം മുഴുവനും നന്നായി പോയി. നിന്റെ നാവ് കൊണ്ട് ആ റബ്ബ് പൊരുത്തപ്പെടാനൊന്നും നീ പറയാനില്ല. പിന്നെയല്ലേ ആലിമീങ്ങളെ പറയുന്നത്, പിന്നെയല്ലേ സാദാത്യങ്ങളെ പറയുന്നത്, പിന്നെയല്ലേ ഗീബത്ത് പറയുന്നത്, പിന്നെയല്ലേ ഫസാദ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഖൽബിന്റെ ഉള്ളിൽ തഖ്വയുള്ള ഖൽബായി ആ ഖൽബൊന്ന് നന്നായാൽ, സ്വലഹൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും നന്നായി പോയി. അവന്റെ നാവ് കൊണ്ട് പടച്ചറബ് പൊരുത്തപ്പെടാത്തതൊന്നും അവന്റെ നാക്കിന്ന് വരുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. വലിയൊരു ആലിമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വലിയ പണ്ഡിതനെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വലിയ സംഘാടകരെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വലിയ ശൈഖ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വലിയ തരീഖത്തിന്റെ ശൈഖ് എന്ന് പറഞ്ഞു, എന്ത് പറയട്ടെ? എന്നിട്ട് നിങ്ങൾ ആലോചിക്ക്, അവന്റെ നാവിനിക്ക് ലക്കില്ല, ലൈനില്ല, ആരെയും പറയാൻ മടിയില്ല. നിങ്ങളെ പറയുന്ന നാവാണോ അത്? സാദാത്യങ്ങളെ പറയുന്ന നാവാണോ അത്? മുതഅല്ലിമീങ്ങളെ പറയുന്നവരാണോ അവർ? എങ്കിൽ ഞാൻ പറയട്ടെ, എവിടെ അവന്റെ ഖൽബ് നന്നായത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ത്? ഇദാ സ്വലഅത് സലഅൽ ജസദു കുല്ലു, ആ ഖൽബ് എന്ന് പറയുന്ന മാംസക്കട്ട, ആ ഖൽബ് നന്നായാൽ, അല്ലാഹുവിനെ പേടിക്കുന്നതായാൽ, പടച്ചറബിനെ അറിയുന്നതായി കഴിഞ്ഞാൽ, സലഹൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നന്നായി പോയി. ആ നാവ് കൊണ്ട് ആ റബ്ബ് പൊരുത്തപ്പെടാത്തതൊന്നും പറയാൻ കഴിയുന്നില്ല. എന്തേ കാരണം? അവന്റെ ഖൽബ് നന്നായി പോയി.
നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുന അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റിഫാഇ ശൈഖ് തങ്ങളെ, ആ റിഫാഇ ശൈഖ് തങ്ങളെ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ, അദ്ദേഹം കല്യാണം കഴിച്ചൊരു ഭാര്യ വല്ലാത്ത ചീത്ത പറയുന്ന പെണ്ണുങ്ങളായിരുന്നു, വല്ലാത്ത ചീത്ത പറയാറുണ്ട്. തൻ്റെ ഭാര്യ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തൻ്റെ ഭാര്യയെ അങ്ങോട്ട് ആക്ഷേപിച്ചില്ല, അങ്ങോട്ട് തല്ലാൻ പോയില്ല, അങ്ങോട്ട് കുറ്റം പറഞ്ഞില്ല. ചരിത്രത്തിൽ കാണുന്നു, ഒരു ദിവസം റിഫാഇ ശൈഖ് തങ്ങളുടെ മുരീദന്മാർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വീട്ടിൽ വന്നപ്പോൾ ഒരു പെണ്ണുങ്ങളുണ്ട് വല്ലാത്ത ചീത്ത പറയുന്നു. ആരെ? റിഫാഇ ശൈഖ് തങ്ങളെ. തൻ്റെ ഭാര്യ ചീത്ത പറയുന്നത് ആ ശിഷ്യന്മാർ കേട്ടപ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദേ തലാക്ക് ചൊല്ലി വിട്ടേക്കാമല്ലോ, അത് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചിന്തിച്ച് തലാക്ക് ചെല്ലാൽ താൽക്കാലികമായ മുതഅത്ത്, താൽക്കാലം കൊടുക്കണ്ടേ, കൊടുക്കാൻ ഉസ്താദിൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല. തലാക്ക് ചെല്ലിയാൽ എന്തും കൊടുക്കണം. തലാക്ക് ചെല്ലിയാൽ മഹറിൻ്റെ 105 രൂപ കൊടുക്കുന്ന പിരാന്തുണ്ട്. ആ പിരാന്തല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കുറേ ആളുണ്ട്. തലാഖത്തിൻ്റെ കത്തിൻ്റെ ഒക്കത്തെ നമ്മളെ വടക്ക് ഭാഗത്ത് ഇപ്പോഴും കുറേ സ്ഥലത്തുണ്ട്. തലാഖിൻ്റെ കത്തിൻ്റെ ഒക്കത്തെ 105 രൂപ. എന്തിൻ്റെ? മഹർ. കുരുത്തം കേട്ടോ. ഇത്ര കാലം ആ പെണ്ണുങ്ങളെ കൊണ്ട് എല്ലാം സുഖം എടുത്തിട്ട് ഇപ്പോൾ തലാഖ് ചെല്ലുമ്പോൾ മഹറിൻ്റെ പൈസ 105 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ആരും തലാഖ് ചെല്ലിയിട്ടില്ല, ചെല്ലാൻ അത് എത്തിക്കും വേണ്ട, അത് സലാമത്താക്കട്ടെ. ഞാനിപ്പോൾ ഞാൻ ചർച്ച ആക്കുന്നില്ല, അതല്ല പറഞ്ഞത്. പിന്നെ ആ തലാഖ് ചെല്ലപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് താൽക്കാലികമായ ഒരു സമാധാനത്തിന് വേണ്ടി മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ കുറച്ച് പണിയുണ്ടല്ലോ. ഇന്ന് തലാഖേറ്റ് നാളെ തന്നെ കല്യാണമാക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു കല്യാണം ഇതിൻ്റെ ഇടയിൽ നടന്നു. ഫസ്ഖാക്കി. ഫസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്ഖ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് കാളി മുഖേനയായിട്ട് ഭർത്താവിനെ ഒഴിവാക്കുന്നത്. ഭർത്താവ് ഒഴിവാക്കുമ്പോൾ തലാഖായി, ഭാര്യ ഒഴിവാക്കുമ്പോൾ അത് ഫസ്ഖായി. ഭർത്താവിനോട് ഭാര്യ പൈസ കൊടുത്തിട്ട് തലാക്ക് വാങ്ങുമ്പോൾ ഖുൽആയി. സംഗതി എല്ലാം ഒന്ന്, മാനത്തെ ഒഞ്ച് ഒന്നെ. പക്ഷെ എന്താവും, അത് ആളുകൾക്ക് ഇങ്ങനെ മാറുമ്പോൾ മാറി മാറി വരുന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ ഫസ്ഖ്, അങ്ങനെ ഫസ്ഖ് നടത്തി പോലും നടക്കിയിട്ട് ഒരു മൊയിലാർ എല്ലായിടത്തും റെഡി ഉണ്ടാവും. റെഡിമെയ്ഡ് ഷാപ്പിലുള്ള പോലെ റെഡി ഉണ്ട് മൊയിലാർ. അള്ളാഹു കാക്കട്ടെ. അത് യഥാർത്ഥത്തിൽ മൊയിലാറല്ല. മൊയിലാറ് ഇപ്പോൾ ഫൈബറിൻ്റെ സാമാനം പോലെ കുറേ സാമാനം ഇറങ്ങിയില്ലല്ലോ. അങ്ങനെ എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടേലെല്ലാം മൊയിലാറാക്കിയിട്ട് മസ്അല ഫത്വ ചോദിക്കുന്ന നിങ്ങൾക്കാണ് പിന്നെ അടി കൊടുക്കേണ്ടത്. വേറെക്കണ്ട, നിങ്ങൾ കേൾക്കാൻ പോവില്ല. ഈ കേട്ടാലെല്ലാം നിങ്ങൾ മൊയിലാർ ആക്കാൻ ആര് നിങ്ങളിൽ പറഞ്ഞിനി? അത് മൊയിലാറിന് നിന്നോട് ആര് പറഞ്ഞു? 2 കൊല്ലം മുമ്പ് മൈക്കാളത്തിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഒരുത്തം വന്നിട്ട് റംസാനിൽ ഇമാമത്ത് നിന്ന് മംഗലാരത്ത് വന്നിട്ട് കേട്ടല്ല, പോസ്റ്റ് ഉണ്ടാ അവർ പീഡിയയിൽ ഏൽപ്പിച്ചിനി. പീഡിയയിൽ ഇപ്പോൾ ഏൽപ്പിക്കുന്ന മൊയിലാക്കന്മാരെ ഏൽപ്പിക്കുന്നില്ല, പീഡിയയിൽ ഏൽപ്പിക്കുന്നു. മൊയിലാക്കന്മാരെ ഏൽപ്പിച്ചിട്ട് മൊയിലാർ നമുക്ക് ആളാക്കി തന്നെങ്കിൽ വിടണമെങ്കിൽ അയാളുടെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ട, പീഡിയക്കാരനെ ഏൽപ്പിക്കുക. ഒരു അടക്കൻ്റെ പണ്ടസാലിൽ ഏൽപ്പിച്ചിനി. അങ്ങനെ പണ്ടസാലക്ക് ഒരുത്തം വന്നു മുണ്ടാസ് കെട്ടിയിട്ട്, ഇവിടെ എവിടെയെങ്കിലും പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, റമളാനിലൊരു തറാവിൻ്റെ പോസ്റ്റ് ഉണ്ട് ചെറിയ നമസ്കാര പള്ളിയിൽ. ആയിക്കോട്ടെ, നിങ്ങളെവിടെയാ? ഞാൻ തെക്കാണ്. തെക്ക്. ആയിക്കോട്ടെ, നിങ്ങൾ ഇമാമത്ത്? ആ ഞാൻ ഇമാമത്തൊക്കെ നിന്നിന് സദർ ഇമാമത്തൊക്കെ എല്ലാ പോസ്റ്റിലും ഞാൻ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ചുരുക്കി പറഞ്ഞ പോയിട്ട് ഇപ്പോൾ പഠിച്ചോളികളുടെ ഇടയിൽ നമ്മൾ കമ്മിറ്റിയും ഭരണാധികാരികളെല്ലാം ആകുന്ന ആളല്ല, ആയിട്ടുണ്ടാവും, ആകുന്ന ആളുമാണ്. ഒരു ചെറിയ കമ്മിറ്റിൻ്റെ മെമ്പറും കാര്യം ഒരു റാഹത്താണ്. ഒരു ചൊറിക്ക് തുട്ടാണിമ്പിത്തെ പോലെ എന്തും ആയില്ലെങ്കിൽ ഞാൻ വെറും കാലി മെമ്പർ എന്നിട്ട് ബേജാറാണ്. എന്തെങ്കിലും ചെറിയ മെമ്പർ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കമ്മിറ്റിയിൽ സംഘടനയിൽ എന്തെങ്കിലും ഒന്ന് ആണോ ആയെങ്കിൽ നമുക്ക് ഒരു റാഹത്താന്നുള്ളൂ. എന്തും ആയില്ലെങ്കിൽ വലിയ റാഹത്ത് കിട്ടുന്നില്ല. നമ്മൾ എല്ലാവരും അങ്ങനെ ആയിട്ടായി പറഞ്ഞിട്ട് ഗുണമില്ല. അത് സലാമത്താക്കി തരട്ടെ. ഇനിയിപ്പോൾ അതിനെ മാറ്റം കഴിയുമെന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത്, അങ്ങനെ കമ്മിറ്റിക്കാരൻ വിളിച്ചുകൊണ്ട് വന്ന് ഇയാളെ നിർത്തി. ഓക്കെ, ഇയാൾ നിർത്തിയിട്ട് ആ റമളാൻ 17 വരെ ഇയാൾ ഇമാമത്ത് നിന്നു. റമളാൻ 17 16 പകൽ, അന്നത്തെ റമളാൻ 16 ഞായറാഴ്ച ഉച്ച, തിങ്കളാഴ്ച രാത്രി അല്ല, രാത്രി 17 കഴിഞ്ഞ 15 പകലോ. അങ്ങനെ കമ്മിറ്റിൻ്റെ ഒരാൾ ഇയാളെ ഉസ്താദിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നു. ഒരു ഞായറാഴ്ച ഒരു 10:30 മണിക്ക് വരുമ്പോൾ ഇയാൾ യേശുവിനെ വിളിക്കുന്നുണ്ട് കൈ നീട്ടിയിട്ട്. ഇയാൾ ഞായറാഴ്ചൻ്റെ 11 മണിക്ക് യേശു. ഇത് 110 ക്രിസ്ത്യാനി, 110 ക്രിസ്ത്യാനി.
അതിനെയാണ് ഈ ബദരിങ്ങൾ ആണ്ടോളം ഇമാമത്ത് നിർത്തിയത്. അങ്ങനെ കാരണം എന്തേ, തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്ക് നമ്മളെ സ്കൂളിൽ വെച്ചിട്ട് അറബി പഠിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, 2 കൊല്ലം മുമ്പെന്തോ ഈ കേരളത്തിൽ അറബിക്ക് മറ്റേ പാട്ട് പാടിയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടീനെ രേഖവതിക്ക് സക്കീനാക്കല്ല ആയിഷക്കല്ല ഫസ്റ്റ് പാട്ട് കിട്ടി, അറബി ഗാനം പാടിയിട്ട്. അത്ര നല്ല ഗാനം അറബിയിൽ പാടുവാനും കഴിയും, ഖുർആൻ ഓതാനും. അറബി വായിക്കാൻ ഞാൻ ഖുർആൻ വായിക്കാൻ കഴിയുമല്ലോ, അങ്ങനെ ഇഫ്ലാക്കാനും പാടാക്കാനും എല്ലാം അവർക്ക് കഴിയും. അങ്ങനെ ബേജാറായിട്ട് പിന്നെ ആ മനുഷ്യനെ അന്ന് തന്നെ ഓർ കെട്ടിയിട്ട് അയച്ചിട്ട് പിന്നെ വേറെ ആളാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിലേക്ക് ഒരു 4-5 ആൾ വന്നിട്ടാകുമ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഈ കമ്മിറ്റിക്കാരോട് പറഞ്ഞിനി നിങ്ങൾ ബണ്ടസാലിൽ പോയിട്ട് പറയണ്ട, പീഡിയയിൽ പോയിട്ട് പറയണ്ട, ഒരു മൊയിലാറിൽ ചെയ്തിട്ട് മൊയിലാർ ആക്കട്ടെ എന്ന് പറഞ്ഞിനി. ഓർ എൻ്റെ ബാക്കിന് വില വെച്ചിട്ടില്ല, ഇപ്പോൾ ഓർ അനുഭവിച്ചില്ലേ, ഈ 15 നാളത്തെ നിൽക്കാറ് ഓരോ തലയിൽ കത്തിട്ട് ഇയാൾ സ്ട്രോങ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ആരെ തല കത്തിയിട്ട് പോയിട്ടായി, അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞത് മൊയിലാരെന്ന് പറഞ്ഞിട്ട് കിട്ടാനൊക്കെ കൊടുത്തിട്ട് നിർത്തുന്നത് നിങ്ങൾക്കാണ് മീനെ പഠിപ്പിക്കേണ്ടത്. അവരങ്ങനെ വരും. നിങ്ങളത് ചോദിക്കുമ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, ഇതാ പള്ളങ്കോട് മതിലുണ്ട്, ഇതാ ഫാത്തൂർ സഖാഫി ഉസ്താദ്, സിന്നി പൈസി, അങ്ങനെ സി ഉസ്താദ് അവിടെയുണ്ട്, തങ്ങളുണ്ട്. അങ്ങനത്തെ അറിയുന്ന ആളോട് ചോദിച്ചോളി, എന്താ നമ്മളെ തൊപ്പി എന്ത് ശരിയല്ല, നിൻ്റെ പാർട്ടി ഗ്രൂപ്പിനല്ല ഇത്തരം അത് സൈഡിൽ വെക്ക്, നിങ്ങൾക്ക് നല്ല മൊയിലാറെ കിട്ടണല്ലേ, അതെന്ത് വേണമെങ്കിലാ ഈ മുറിക്കാത്ത സാമാനം വന്നിട്ട് നികരിച്ചിട്ടുണ്ടാവും, ഉള്ള സലാമത്താക്കി തരട്ടെ. പിന്നെ നാളെ പോയിട്ട് മസാല ചോദിക്കുന്നു, ആ നിസ്കാരം എന്താക്കണം, ഈ നിസ്കാരം എന്താക്കണം. മൊയിലാർക്ക് വേറെ പണി എന്തുമില്ലേ, നിന്റെ നിസ്കാരം ശരിയാക്കുന്ന പണിയാ, അത് ആർജ് ചിന്തിക്കണ്ടേ. അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മൊയിലാരോട് ചോദിച്ചപ്പോൾ മൊയിലാർ പറഞ്ഞു പോലും ഫസ്കായി എപ്പോ, ഇന്നലെ ശനിയാഴ്ച, ഞായറാഴ്ച പോയി എനിക്ക് നിൽക്കാൻ, ഞായറാഴ്ച പോകുന്ന എനിക്ക് നിൽക്കാൻ ഫസ്റ്റ് ചെയ്തിട്ട് എന്നോട് ആ പരൻ്റെ ആൾക്കാർ എൻ്റെ പരിചയമുള്ള ആളാണ്. ഉസ്താദെ എൻ്റെ നക്ക് നിൽക്കൽ മുണ്ടു, ഞങ്ങളെ മൈക്കാളത്തെ ഭാഷ, എൻ്റെ മോളെ ഫസ്കായിച്ച് എന്താ ഇപ്പോൾ അല്ല, നാളെ മങ്ങിലതിന് കല്യാണം, മങ്ങിലം ഒക്ക നാളെ മംഗലമാ നാളെ ഫസ്കായിത്തപ്പോൾ ഇന്നലെ ഫസ്കായിട്ട് നാളെ മംഗലമാ. അത് എന്ത് മംഗലം, ചൂത്തരൻ്റെ ഷെട്ടിൻ്റെ എന്ത് മംഗലം. ഹലോ ഉസ്താദെ, മൊയിലാർ ചെന്ത് മൊയിലാർ പറഞ്ഞു, പടച്ചോ സാക്ഷി, 23 രാത്രി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു ഈ ഭൂമി നാളെ ആഖിറത്തിൽ പറയില്ലേ. ഞാൻ പെട്ടെന്ന് ബേജാറായി, ആ മൊയിലാരെ വിളിപ്പിച്ചു. അയാൾ എന്തെങ്കിലും ചോദിക്കുന്നു, ഫസ്കിന് ഇദ്ദയുണ്ടോ, തലാഖിന് മാത്രമല്ല ഇദ്ദ, ഫസ്കിന് ഇദ്ദയുണ്ടോ, തലാഖിനല്ല ഇദ്ദ. ചിന്തിക്കണം, ഇത് പറഞ്ഞ മറുപടിയാണ്. ഇത്രയും മോശപ്പെട്ട സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ, ദീന് പറയാതെ ഒരുത്തൻ ജ്യേഷ്ഠത്തിനെ കെട്ടിയിട്ട് ജ്യേഷ്ഠത്തിക്ക് കുറച്ച് അസുഖമായപ്പോൾ അനുജത്തിനെ കൊണ്ടുപോയിട്ട് പുരയിൽ പണിക്കാക്കിയിട്ടുണ്ടായിരുന്നു. 4 കൊല്ലാകുമ്പോൾ അനുജത്തിയും വലുതായി ഉഷാറായി. അപ്പോൾ ജ്യേഷ്ഠത്തിയോട് അനുജത്തിനെ മംഗലം കഴിക്കുന്നതിൻ്റെ സമ്മതം ഉണ്ടാന്ന് ചോദിച്ചു പോലും. സമ്മതം ഉണ്ടാകാൻ കേൾക്കാൻ കാരണമുണ്ട്. അവൻ പോയിട്ട് ഒരാളോട് ചോദിച്ചല്ല, ഒരു ബജാറിലൊരു മൊയിലാറൊക്കെ ഉണ്ട്, അയാളോട് ചോദിച്ച് എൻ്റെ ജ്യേഷ്ഠത്തിന് ഞാൻ കെട്ടീന്, അനുജത്തി പുരയിൽ പണിയെടുത്തോണ്ടുണ്ട്, പേർക്ക് മൂത്തോക്ക് സഹായിച്ചോണ്ടുണ്ട് ഇളയോള്, ഞാൻ ഇളയോളും കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ഈ മൊയിലാറ് പറഞ്ഞല്ല, മൂത്തോളെ പൊരുത്തോണ്ടും കെട്ടാം. അങ്ങനെ കല്യാണമായി സുഹൃത്തുക്കളെ, കല്യാണമായി. ഈ മൊയിലാറ് തന്നെ പോയിട്ട് നിക്കാഹ് കൊടുത്ത്, നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അവർ മസാല ചോദിക്കാൻ വരുന്നു, വിഷയം ചോദിക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞ് ആദ്യം ആ മൊയിലാരെ പിടിക്കണം. ആ മൊയിലാരെ പിടിച്ചിട്ട് ഒരു തെങ്ങിൽ കെട്ടിട്ട് 100 അടി ആ മൊയിലാർക്ക് അടിക്കണം. എന്നിട്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കണം, മരിക്കുന്നേരം ഇനി ഞാൻ മസാല പറയില്ല, ഇനി നിക്കാഹക്കല. അതിനപ്പുറം നമുക്ക് നിങ്ങൾ ചിന്തിച്ചു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്ന് പറയുന്ന ആയത്തിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, ജ്യേഷ്ഠത്തിനെയും അനുജത്തിനെയും ഒരേ സമയത്ത് ഒരുമിച്ച് കൂട്ടൽ ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞു. വേറെ ഒരാളാക്കി പറഞ്ഞില്ല, ഹനഫി മദ്ഹബിലുണ്ട്, ഒരു മദ്ഹബിലുണ്ടോ? ഖുർആന്റെ നസ്സിനെതിരെ മദ്ഹബുണ്ടോ സുഹൃത്തുക്കളെ? തോന്നിയാസല്ലേ പറയുന്നത്. അല്ലാഹു നമ്മളെ മുഴുവൻ കാക്കട്ടെ, അല്ലാഹു നമ്മളെ മുഴുവൻ കാക്കട്ടെ. ഹറാമായ തെറ്റായ വേണ്ടാത്തരങ്ങൾ പറയുന്ന ചെയ്യുന്ന ഒരവസ്ഥയാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും പെട്ടുപോകണ്ട. ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത് ഇതാ പറഞ്ഞു, ഞാൻ അക്കന്റെ മറന്നു. ഇപ്പൊ തങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. നീ നല്ല ഉഷാറ് തക്കുവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചൊല്ലി കേൾക്കല്ലോ, ഒരാൾ ചൊല്ലി.
നിങ്ങൾ ഉണ്ടാ എൻ്റെ കൊത്ത ഇല്ല നോക്കി ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ട് കുറച്ചാൾ. നീ എളുപ്പത്തിൽ സമാക്കി തക്കുവ എന്നിട്ടല്ലേ നിന്നെ നോക്ക്, ഞാൻ നിന്നെ ഓർമ്മയ്ക്ക് വെച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണും ഇൻഷാ അല്ലാഹ്. നീ എന്നെ നാട്ടിൽ നിൽക്കാൻ വേണ്ടി താക്കിയ മണി. ഞാൻ ഇങ്ങനെ തേടിട്ട് തക്കുവ വന്നിട്ട് തേടിക്കൊണ്ട് വരട്ടെ. അപ്പോൾ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാർ പോയിട്ട് ഒരു 500 അന്നത്തെ 500 റിയാല് അല്ലെങ്കിൽ ദിർഹം തയ്യാറാക്കിയിട്ട് കൊടുത്തിട്ട് ഉസ്താദിന് കൊടുത്തു, റിഫായി ഷെയ്ഖിന്റെ കയ്യിൽ കൊടുത്തു. എന്ന് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ആ ഭാര്യനെ തലാക്ക് ചൊല്ലണം, എന്നിട്ട് ആ ഭാര്യക്ക് താൽക്കാലികമായ ചെലവിന് വേണ്ടി ഈ 500 ദിർഹം കൊടുക്കണം. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ നിങ്ങൾ എന്തേ എന്നോട് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുവായിരിക്കുന്ന എനിക്ക് ഇത്രയും ഒരു മഹത്വം, ഇത്രയും ഒരു പദവി, ഇങ്ങനെ ഒരു ഖബൂലിയത്ത് അല്ലാഹു എനിക്ക് തന്നത് എന്റെ ഭാര്യ എന്നെ ചീത്ത പറയുമ്പോഴെല്ലാം ഞാനത് സഹിച്ചു ക്ഷമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ എനിക്ക് ഖബൂലിയത്ത് തന്നു, എനിക്ക് അല്ലാഹു തആല മഹത്വം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എനിക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ആ ഭാര്യയുടെ ചീത്ത പറച്ചിൽ മുഴുവനും ഞാൻ ഏറ്റെടുത്ത് സഹിക്കുന്നതിന്റെ പേരിലാണ്. അങ്ങോട്ട് പറയാൻ എന്റെ നാവ് അനുവദിക്കുന്നില്ല. അത് പറയുമ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? മഹാനായ താജുൽ ഉലമ തങ്ങൾ കുറേ ചീത്ത പറഞ്ഞു. മംഗലാപുരത്തിനിറങ്ങുന്ന മാംഗ്ലൂർ മിത്ര എന്ന് പറയുന്ന കന്നഡ പത്രം, ആ പത്രത്തിൽ 2 പേജ് തങ്ങളെ വല്ലാത്ത ചീത്ത പറഞ്ഞുകൊണ്ട് മഹാനായ താജുൽ ഉലമാനെ പറയാത്ത വാക്കുകളില്ല കന്നഡത്തിൽ വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ആ പത്രത്തിന്റെ കോപ്പിയുമായി താജുൽ ഉലമന്റെ റൂമിൽ പോയി. എനിക്ക് കന്നഡമാനക്ക് വായിക്കാൻ കഴിയുന്നില്ല, ഞാൻ പത്രം കൊണ്ടുപോയി ഒരു മുതഅല്ലിമിനെ വിളിപ്പിച്ചു. ആ മഹാനായ താജുൽ ഉലമന്റെ മുമ്പിൽ വെച്ച് ആ പത്രം വായിക്കുമ്പോൾ ആ പത്രത്തിന്റെ വാങ്ങൾ കേട്ട് ഞാൻ കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ടവർ ചിരിച്ച് സന്തോഷത്തോടെ പറയുന്നു, നിങ്ങൾ എന്തിന് ബേജാറാകുന്നത്? എന്നെ ഇങ്ങനെ പറഞ്ഞാലല്ലേ, ഇങ്ങനെ ആക്ഷേപിച്ചാലല്ലേ എനിക്ക് തോന്നല് എന്നെയും ചീത്ത പറയാൻ ആളുണ്ട്, എന്നെയും കുറ്റം പറയാൻ ആളുണ്ട്. ഞാൻ വലിയ ആളൊന്നുമല്ല. എൻ്റെ മനസ്സിലെപ്പോഴെങ്കിലും ഞാൻ അത്യാവശ്യം തരക്കേടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലാഹു തആല എന്നെ നന്നാക്കാനാണ് ഈ നിലക്ക് ചീത്ത പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് വൈലാരെ നിങ്ങൾ ബേജാറാവണ്ട. അല്ലാഹു ആ പറഞ്ഞവർക്ക് ഇനിയും പറയാൻ തൗഫീഖ് കൊടുക്കട്ടെ എന്നാണ് മഹാനായ താജുൽ ഉലമ പറയുന്നത്. ഇദാ സലഹൽ ജസദു, ഇദാ സ്വനഹത്ത്, ആ ഖൽബ് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു, നാവ് നന്നായി പോയി, അവന്റെ കണ്ണ് നന്നായി പോയി, അവന്റെ ചെവി നന്നായി പോയി. ആ നാവ് കൊണ്ട് ഒരു ഹറാം പറയുന്നില്ല, ഒരു തെറ്റ് പറയുന്നില്ല, ഒരു ചീത്ത പറയുന്നില്ല, ഒരു കളവ് പറയുന്നില്ല, ഒരു വഞ്ചന പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ആ നാവിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഖൽബാണ് അവന്റെ ഖൽബ്. സുബ്ഹാനല്ലാഹ്. അവന്റെ ചെവി കൊണ്ട് പടച്ചുറപ്പ് പൊരുത്തപ്പെടാത്തൊരൊന്നും അവന്റെ ചെവി കൊണ്ട് കേൾക്കുന്നില്ല. ഒരു ഫിത്ന കേൾക്കാൻ തയ്യാറില്ല. ഒരു ആലിമീങ്ങളെ, സലാത്തിങ്ങളെ, സ്വാലിഹീങ്ങളെ, ദീനിന്റെ ഖാദിമീങ്ങളെ, സംഘടനന്റെ പേര് പറഞ്ഞോ, ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞോ, മറ്റേതെങ്കിലും പേര് പറഞ്ഞോ, ചീത്ത പറയുന്നത് കേൾക്കാൻ അവന്റെ കാത്, അവന്റെ ചെവി അനുവദിക്കുന്നില്ല. അതിനു വേണ്ടി ചെവിനെ യൂസാക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അവന്റെ കണ്ണിനെയും അവന്റെ നാവിനെയും അവന്റെ ചെവിനെയും മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, അവൻ ബിസിനസ് ചെയ്യുന്ന, ഒരു കച്ചവടം ചെയ്യുന്ന, ഒരാൾക്ക് പണം കൊടുക്കുന്ന, വാങ്ങുന്ന, ഈ സമയത്ത് മുഴുവൻ അവൻ ചോദിക്കുന്നു ഉസ്താദുമാരോട്, ആലിമീങ്ങളോട്, ഉസ്താദേ ഒരു ബിസിനസ്സിൽ ഞാൻ കൂടട്ടെ, ഒരു കച്ചവടത്തിൽ ഞാൻ കൂടട്ടെ, അല്ലെങ്കിൽ കച്ചവടാക്കുന്ന പാർട്ടിക്ക് ഞാൻ ഇത്ര കാശ് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അവന്റെ കൈ കൊണ്ട് എന്ത് ഇടപാട് നടത്തുമ്പോഴും കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും അതാ അവന്റെ ഖൽബ് നന്നായത് കൊണ്ട് കൺട്രോൾ വന്നുപോയി. സുഹൃത്തുക്കളെ, അതേ സ്ഥാനത്ത് അവന്റെ കാലുകൊണ്ട് ആ പടച്ചുറപ്പ് പൊരുത്തപ്പെടാത്തതിലേക്കൊന്നും തന്നെ അവൻ നടന്നു പോകുന്നില്ല. അവന്റെ കാലും കൈയും കണ്ണും നാവും കാതും തലച്ചോറ് മുഴുവനും കൺട്രോൾ വന്നുപോയപ്പോ ഇദാ സ്വലഹതു സലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത്, ആ ഖൽബ് മോശമായി പോയി. അവിടെ ഈമാൻ ഇല്ല, ഫോട്ടോ മാത്രം കാണുന്നുള്ളൂ, വേഷം മാത്രമേ കാണുന്നുള്ളൂ, ഈ പ്രദർശനം മാത്രമേ കാണുന്നുള്ളൂ. ഉള്ളിലൊന്നുമില്ല. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു വേഷം നീ എടുക്കണ്ട. ജമാലുൽ വജ്ഹി മഅ കുബ്ഇൻ
നുഫൂസി കകിന്ദീലിൻ അലാ കബറിൽ മജൂസി. നിന്നെ കാണുമ്പോൾ, നിന്റെ വേഷം കണ്ടാല്, നിന്റെ നാവിന്റെ സംസാരം കേട്ടാല്, നിന്റെ വേഷം കണ്ടാല് വല്ല ഈമാനിന്റെ കേന്ദ്രമാണെന്ന്, ഈമാൻ ചൊരിയുന്ന ആളാണെന്ന്, വല്ല ഈമാൻധാരിയാണെന്ന്, വലിയ പണ്ഡിതനാണെന്ന്, വലിയ നേതാവാണെന്ന്, വലിയ തഖ്വയുള്ള ആളാണെന്ന് നിന്റെ വേഷം കൊണ്ട്, സംസാരം കൊണ്ട് ആളുകളിലേക്ക് ധരിച്ചു പോകുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവനാണ് ഏറ്റവും വലിയ കള്ളന്, അവനാണ് ഏറ്റവും വലിയ വഞ്ചകന്. ജനങ്ങളെ വഞ്ചിച്ച് വേഷത്തിലൂടെ, സംസാരത്തിലൂടെ, മോഡലിലൂടെ ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളെ വെക്കുന്ന കാശ് വാങ്ങാൻ, ജനങ്ങളെ ആനുകൂല്യങ്ങൾ വാങ്ങി തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്നവനാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വഞ്ചകനെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ മുഴുവനും നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ വേഷത്തിനെ പരി അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആ ഇറക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ നിർത്തുന്നു, കൂടുതൽ നീട്ടിക്കൊണ്ടുപോവുകയല്ല. അഥവാ നമ്മുടെ ഈ കാണുന്ന വേഷത്തിലേക്ക്, നമ്മുടെ ഈ ഇബാദത്തിലേക്ക്, നമ്മുടെ കോലത്തിലേക്കല്ല പടച്ച റബ്ബിന്റെ നോട്ടമുള്ളത്. അത്തഖ്വാ ഹൗനാ, അത്തഖ്വാ ഹൗനാ, അത്തഖ്വാ ആഹുനാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഖൽബിലാണോ തഖ്വ, ഹൃദയത്തിന്റെ ഉള്ളിലാണ് തഖ്വ, ആ ഖൽബിലാണ് തഖ്വ. ആ തഖ്വ ഖൽബിലുണ്ടോ, അതിന്റെ ഫലമാണ്, അതിന്റെ അസറാണ്, അതിന്റെ അടയാളമാണ് നിന്റെ പ്രവർത്തനത്തിലൂടെ, നിന്റെ വാക്കിലൂടെ, നിന്റെ മറ്റെല്ലാ കാര്യത്തിലൂടെ അതിവിടെ വെളിവാകുന്നത്. ആ നിലക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, പുറം ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി നമ്മളൊക്കെ ഉഷാറാണ് ഇല്ലേ? ഈ പറയുന്ന ഞാനടക്കം നമ്മളൊക്കെ അതല്ലേ? പുറം ഭാഗം നന്നാക്കാനല്ലേ നമ്മളൊക്കെ ശ്രമം? അല്ലാഹുവിന്റെ നോട്ടം എവിടത്തെ കാണും? ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും. നിങ്ങളെ കോലത്തിലേക്ക്, നിങ്ങളെ ബോഡിയിലേക്ക്, വേഷത്തിലേക്ക് അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹുവിന്റെ നോട്ടം നിന്റെ കൽബിലേക്കാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, എന്നോട് ആദ്യമായും എന്നോട് പിന്നെയും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുതഅല്ലിമീങ്ങളോട്, പണ്ഡിത സുഹൃത്തുക്കളോട്, നേതാക്കളോട് ഞാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. ഈ പരിശുദ്ധമായ റമദാൻ 27-ന്റെ 23-ന്റെ രാത്രി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ലൈലത്തുൽ ഖദറാകുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച രാത്രി, ഓ സഹോദരന്മാരെ, അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കണം, അല്ലാഹു നമ്മളെ ഹൃദയം നന്നാക്കണം. പടച്ചുറപ്പിനെ പേടിച്ചു, പടച്ചുറപ്പിനെ അറിഞ്ഞു, ആ റബ്ബ് പൊരുത്തപ്പെടുന്നോ ഇല്ലേ, എന്റെ വെക്കുന്ന തെറ്റ് വന്നുപോയി, കുറ്റം വന്നുപോയി എന്ന കുറ്റബോധമുള്ളവരായി അള്ളാഹു നമ്മളെ മാറ്റിത്തരണം. കുറ്റമില്ലാത്തൊരു ജീവിതം നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, പ്രയാസകരമാണ്. പക്ഷേ കുറ്റബോധം നമുക്ക് വേണം. നമ്മളെ തെറ്റ് നമ്മൾ റബ്ബിനോട് സമ്മതിച്ചു പറയണം. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അവസാനിപ്പിക്കുന്നു. അതാ ഒരു പെണ്ണുങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ വരുന്നു. ആ പെണ്ണ് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ തങ്ങൾ എറിഞ്ഞു കൊല്ലണം നബിയെ, എന്നെ തങ്ങൾ എറിഞ്ഞു കൊല്ലണം നബിയെ. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, എന്തിനാണ് പെണ്ണെ നിന്നെ എറിഞ്ഞു കൊല്ലുന്നത്, എന്തിനാണ് പെണ്ണെ നിന്നെ എറിഞ്ഞു കൊല്ലുന്നത്? യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയി, സിനാ ചെയ്തു പോയി നബിയെ. എന്റെ പള്ളയിലുള്ള ഈ ഗർഭത്തിലുള്ള കുട്ടി അത് വ്യഭിചാരത്തിന്റെ കുഞ്ഞാണ് നബിയേ. ഇസ്ലാമിന്റെ ശിക്ഷ എന്റെ മേൽ നടപ്പിലാക്കണം, എന്നെ പരസ്യമായി എറിഞ്ഞു കൊല്ലണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു പെണ്ണുങ്ങൾ വന്ന് കുറ്റസമ്മതം നടത്തി എറിഞ്ഞു കൊല്ലാൻ ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണേ, നീ വ്യഭിചരിച്ചതായിരിക്കില്ല, നീ ഒരു അന്യപുരുഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചുംബിച്ചതോ ബന്ധപ്പെട്ടതോ ആകാം, അതിനെ വലിയതായി കണ്ടിട്ട് നീ അല്ല നബിയെ, വ്യഭിചരിച്ചത് തന്നെയാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കുറ്റം ചെയ്യാത്ത ഒരാള് ഒരു കുറ്റത്തിന്റെ മേൽ നാം ശിക്ഷിക്കപ്പെടാൻ പറ്റുകയില്ലല്ലോ. ഏതൊരു മനുഷ്യൻ പൂർണ്ണമായി അവൻ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടല്ലാതെ അദ്ദേഹത്തിന്റെ മേൽ ആ തെറ്റ് ആരോപിക്കുവാനോ പറയാനോ പാടില്ല എന്നല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ടല്ലേ നിന്റെ ഭാര്യനെ ഒരു അന്യപുരുഷൻ വന്ന് വ്യഭിചരിക്കുന്നുണ്ടെന്ന് വെച്ചോ,
അങ്ങനെ വ്യഭിചരിക്കുന്നതായി നീ കണ്ടാൽ ഇസ്ലാമിന്റെ കോടതിന്റെ നിയമം എന്താണ്? നീ പോയി ശരീഅത്തിന്റെ കോടതിന്റെ ഹാക്കിമോട് പറയുമ്പോൾ ഹാക്കിബ് പറയും 4 സാക്ഷി കൊണ്ടാന്ന് പറയും, 4 സാക്ഷി കൊണ്ടാന്ന് പറയും. അപ്പോൾ നീ പറയും, ഒരു പക്ഷേ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് വന്നിട്ട് വേറൊരാൾ വ്യഭിചാരം ചെയ്യുമ്പോൾ 4 ആളെ കൊണ്ടുവരുന്ന പണിയാണോ എനിക്ക് എന്ന് ചോദിച്ചാൽ നിനക്ക് 80 അടിയടിക്കും, നിന്നടിക്കും. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ആർക്കും ആരെപ്പറ്റി പറയാലോ, അങ്ങനെ അല്ലെങ്കിൽ. അതാണ് ശരീഅത്തിന്റെ നിയമം. ശരീഅത്തിന്റെ നിയമം അതാണ്. അവനടിക്കേണ്ടി വരും. ഇന്ന് ആരെപ്പറ്റി എന്ത് പെഞ്ചല്, എന്ത് പച്ച കള്ളത്തരങ്ങൾ പറയാൻ ആർക്കും പേടിയുണ്ടോ? എന്തോ പേടിയില്ലാത്തത്? കൽബ് ചത്തതാണ്, ഹൃദയം ചത്തതാണ്. ഫോട്ടോ മാത്രമേ ഉള്ളൂ, പ്രദർശന വസ്തു മാത്രമേ ഉള്ളൂ. കൽബിന്റെ ഉള്ളിലൊന്നുമില്ല. അത് നോക്കാൻ പറയുന്നവർ, അത് കാണാൻ അറിയുന്നവർ ഇന്നില്ലാത്തത് കൊണ്ട് ഓരോരുത്തർ ഇവിടെ നടക്കുന്നു എന്നല്ലാതെ കൽബ് നോക്കി പറയുന്നവന്റെ മുമ്പിലേക്ക് പോയാൽ ഇവൻ മുഖത്ത് പഴയ തുണി കെട്ടിയിട്ട് ചരട്ട കെട്ടി ചെരുപ്പ് കെട്ടി ഓടേണ്ടി വരൂലേ? സത്യമായി ഓടേണ്ടി വരും. അല്ലാഹു നമ്മളെ മുഴുവൻ നന്നാക്കി തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം. ചുരുക്കുന്നു, ആ പെണ്ണുങ്ങൾ കുറ്റസമ്മതം നടത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്നെ കൊല്ലാൻ പറ്റൂല. ഇപ്പോഴും നിന്റെ പള്ളിയിൽ കുട്ടിയുണ്ട്, ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല, ഈ കുട്ടിനെ കൊല്ലാൻ പറ്റൂല, നീ പോട്. ഇതാ വലത്തി നീ പ്രസവിച്ചു കഴിഞ്ഞാൽ, പ്രസവിച്ചിട്ട് ആ കുട്ടിക്ക് നിന്റെ പാലല്ലാത്ത വേറെ ഏതെങ്കിലും കുടിച്ചിട്ട് ആ കുട്ടി ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയായാൽ നീ ഇങ്ങോട്ട് വാ, നിന്നെ എറിഞ്ഞു കൊല്ലാൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ ആലോചിക്കണം. ആ ഉമ്മ കണ്ടോ, സരസ്ന്ന് പൊട്ടി കരഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ല. ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഈ കുഞ്ഞ് എൻ്റെ പാലല്ലാത്ത മറ്റൊന്ന് കുടിക്കുന്നൊരവസ്ഥ വരുന്നത് വരെ ഞാൻ അതിന് മുമ്പ് മരണപ്പെട്ടു പോയാലോ, റബ്ബിൻ്റെ അടുക്കൽ വലിയ കുറ്റം ചെയ്തവളായി ഞാൻ പോകേണ്ട വരൂലെന്ന് പേടിച്ചു ആ പെണ്ണ് പൊട്ടിക്കൊട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബത്തിലേക്ക് പോയി. ചുരുക്കി പറയട്ടെ, ആ കുടുംബത്തിൽ മാസങ്ങൾ കഴിഞ്ഞ് ആ പെണ്ണ് പ്രസവിക്കുന്നു. ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരാ, നിങ്ങൾ ആലോചിക്കണം. ആ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ആ കുഞ്ഞിന് ആ ഉമ്മ മുലപ്പാൽ കൊടുത്തു. പോറ്റി ഒരൽപ്പം കഴിയുമ്പോൾ സ്വന്തം മുലപ്പാലല്ലാത്ത വേറെ ഏതെങ്കിലും കുടിക്കാൻ പറ്റുന്ന ഒരവസ്ഥക്ക് ആ കുട്ടിനെ ആ ഉമ്മ ആക്കി തീർക്കുകയാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ? എൻ്റെ കുറ്റം, എൻ്റെ ആ വ്യഭിചാരമെന്ന് പറയുന്ന കുറ്റത്തിൽ നിനക്ക് മുക്തമാകണം, എന്നെ ശുദ്ധിയായി കിട്ടണം. പടച്ചറബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എന്നെ ശുദ്ധീകരിച്ചെടുക്കണം. അതിന്റെ ശുദ്ധീകരണം എന്താണ്? എന്നെ എറിഞ്ഞു കൊല്ലലാണല്ലോ. അങ്ങനെ ആ കുട്ടിയെ ഉമ്മന്റെ പാലല്ലാത്ത മറ്റെന്തെങ്കിലും കുടിക്കാൻ പറ്റുന്നൊരവസ്ഥക്കാക്കി ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആ കുഞ്ഞിനെയും കൂട്ടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ പ്രസവിച്ചു, എൻ്റെ കുഞ്ഞിതാ എൻ്റെ പാലല്ലാത്ത മറ്റൊത്ത് കുടിക്കാനുള്ള കഴിവ്, അതിനുള്ള ചുറ്റുപാടായി കിടന്നു. ഉമ്മന്റെ മലന്റെ ആവശ്യം എൻ്റെ കുട്ടിക്കില്ല നബിയേ. ഫതഹിർനി യാ റസൂലല്ലാഹ്, തഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധിയാക്കണം നബിയേ, എന്നെ ഒന്ന് ശുദ്ധിയാക്കണം നബിയേ. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ആ കുട്ടിനെ കുടുംബക്കാർ കേൾപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, ആ പെണ്ണിനെ കൊണ്ടുപോയി അതാ കുന്നിൻ മുകളിൽ, മലമുകളിൽ നിർത്തിയിട്ട് ആ പെണ്ണിന്റെ തുണി പെണ്ണിന്റെ വസ്ത്രങ്ങളൊക്കെ പിടിച്ചു കെട്ടി മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു കൊണ്ടുപോയി അവിടെ നിർത്തി. നാനാഭാഗത്തുനിന്നും കൊട്ട കല്ലുകൾ എടുത്ത് ആ ഉമ്മന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞിക്കൊല്ലാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. ആരെ പേടിച്ചിട്ടാണ്? അല്ലാഹുവിനെ പേടിച്ചിട്ടല്ലേ, പടച്ചറബിനെ പേടിച്ചിട്ടല്ലേ. ആ ഉമ്മന്റെ തൗബകൾ കണ്ടോ? ഞാനും നീയും കണക്കില്ലാതെ തെറ്റുകളൊക്കെ അവിടെ ചെയ്ത് കൂട്ടി വെച്ചിട്ട് ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് നാക്കിലൂടെ നീട്ടിപ്പറഞ്ഞ് രക്ഷപ്പെടാനാണോ പരിപാടി? കഴിയില്ല. നീ ചെയ്ത തെറ്റിനെ പറ്റി പടച്ചറബിനോട് പറഞ്ഞ് കുറ്റബോധമുള്ളവരായി ആ കുറ്റത്തിന് പൂർണ്ണമായി ഒഴിഞ്ഞുകൊണ്ട് ഇനിയൊരിക്കലും കുറ്റത്തിലേക്ക് മടങ്ങയില്ലെന്ന ബോധത്തോടുകൂടി നിന്റെ കൽബ് പൊട്ടി വേദനിച്ച് ഖേദിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാലല്ലാതെ, കൊടുക്കേണ്ട ഹക്ക് കൊടുത്തു വിടേണ്ടവർക്ക് വിടിയിട്ടല്ലാതെ, പൊരുത്തപ്പെടിക്കേണ്ടവന് പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ, നീ ഒരു നാടകത്തിന്റെ തൗബ നടത്തിയിട്ട് നീ വേറെന്തെങ്കിലും നാവിൽ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മാർഗമില്ല. അല്ലാഹു
നമ്മളെ മുഴുവനും കാക്കട്ടെ. മഹാന്മാർ നമുക്ക് തൗബ ചൊല്ലിത്തരും. ആ തൗബ നമ്മളൊക്കെ ചെല്ലുന്ന സമയത്ത് കുറ്റമുക്തരായി ഒരിക്കലും കുറ്റത്തിലേക്ക് മടങ്ങില്ലെന്ന ആ ഉറച്ച വിശ്വാസത്തോടുകൂടി കൽബ് പൊട്ടി വേദനിച്ച റബ്ബിനോട് മാപ്പിനെ ചോദിക്കണം. അക്കടവാട് കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തു വീഴണം. പൊരുത്തപ്പെടിക്കണം. അല്ലാതെ തൗബ സ്വീകരിക്കില്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഉമ്മാനെ കൊണ്ടുപോയി കുന്നിൻ മുകളിൽ നിർത്തി നാനാഭാഗത്തുനിന്ന് കൊട്ട കല്ലുകൾ എടുത്ത് പെറുക്കി എറിയുന്നു. ആ ഉമ്മയുടെ ശരീരം പൊട്ടി കീറുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറുകൊണ്ട് ആ ഉമ്മ പടഞ്ഞു മരിക്കുന്നു. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. ആരെ പേടിച്ചു? റബ്ബിനെ പേടിച്ചിട്ടാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇടയ്ക്ക് വെച്ച് ആ ഉമ്മ ഏറ് കിട്ടുമ്പോൾ ഒന്ന് ഓടി എന്നാണ് സ്വഹാബത്ത് പിന്നീട് വന്ന് പറയുന്നത്. യാ റസൂലല്ലാഹ്, ഇടയ്ക്ക് വെച്ച് ഏറിന്റെ വേദന കൊണ്ട് ആ ഉമ്മ ഒന്ന് ഓടി നബിയെ. ഓടുമ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ പോയി കല്ലെറിഞ്ഞു. ആ ഉമ്മന്റെ നെഞ്ഞിലേക്ക് വീണു, കല്ലെറിഞ്ഞു. പിന്നെ ആ ഉമ്മ അവിടത്തേക്ക് മടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ആ ഓടിയ സമയത്ത്, ആ ഉമ്മ ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് വിട്ടുകൂടായിരുന്നോ? നിങ്ങൾ എന്തിന് പിന്നെ കല്ലെറിഞ്ഞത്? ആ ഉമ്മ ഓടുമ്പോൾ നിങ്ങൾക്ക് ഓടിയിട്ട് ആ ഉമ്മാനെ വിടാമായിരുന്നല്ലോ. ഒരു പക്ഷെ ആ ഉമ്മ അത്ര വലിയ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ നമുക്ക് എറിഞ്ഞ് കൊല്ലണമെന്നില്ലല്ലോ. ഓടി രക്ഷപ്പെട്ടാൽ നമുക്ക് പ്രയാസമില്ലല്ലോ. അല്ലാഹുവിൻ്റെ റസൂൽ അത്രയും കാരുണ്യത്തിൻ്റെ കൽബ് കൊണ്ട് അവിടെ നിന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങളത് മനസ്സിലാക്കിയില്ല, എറിഞ്ഞു കൊന്നു. അങ്ങനെ ആ ഉമ്മന്റെ മയ്യത്ത് ബന്ധപ്പെട്ടവർ കൊണ്ടുപോയി കുളിപ്പിച്ചു കഫൻ ചെയ്തു. ആ മയ്യത്ത് കൊണ്ടുവരുന്നു. ഹബീബായ റസൂലുള്ളാഹ്, എല്ലാവരും സ്വലവത്ത് ഹബീബായ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ്. ആ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി, ആ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ പോകുമ്പോൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അതുസല്ലി അലാ ജനാസ, ഒരു ജനാസന്റെ മേൽ തങ്ങൾ നിസ്കരിക്കുകയാണോ? ഏത് ജനാസ? വ്യഭിചാരം ചെയ്ത, സിന ചെയ്തിട്ട് സിനാന്റെ കൊല്ലക്കുറ്റത്തിൻ്റെ മേൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മയ്യത്തിൻ്റെ മേൽ തങ്ങൾ നിസ്കരിക്കുകയാണോ നബിയേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് ചോദിക്കുമ്പോൾ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, യാ ഉമറേ ഹൽ വജത്ത, ഉമറേ നീ എത്തിക്കുന്നുണ്ടോ? നിനക്ക് എത്തിക്കുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ ഉമറേ? ഈ പെണ്ണിനെക്കാളും ഒരു ഖൈറായ ഉമ്മ നിനക്ക് കാണുന്നുണ്ടോ ഉമറേ? ജാനത്ത് നഫ്സഹ, അവളെ നഫ്സിനെ അവൾ ധർമ്മം ചെയ്തില്ലേ? നമ്മളാരും കണ്ടിട്ട് കുറ്റം ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല, ആരെങ്കിലും കേസ് കൊടുത്തത് അല്ല. സ്വയം വന്നിട്ട് ആ ഉമ്മ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവിനെ പേടിച്ച്, റബ്ബിനെ പേടിച്ചു. ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ശരീരത്തിന് എറിഞ്ഞു കൊല്ലാൻ ആവശ്യപ്പെട്ട ആ സ്വന്തം ശരീരത്തിന് റബ്ബിന് വേണ്ടി അങ്ങ് ധർമ്മം ചെയ്ത പെണ്ണിനേക്കാൾ ഖൈറായ വേറെ ആരെങ്കിലും നീ എത്തിക്കുന്നുണ്ടോ ഉമറേ? ലഖദ് താബത്ത് തൗബതൻ, ആ പെണ്ണൊരു തൗബ ചെയ്തിട്ടുണ്ട് ഉമറേ. ഈ ഉമ്മാന്റെ തൗബയുടെ വലിപ്പം ഉമറിനക്ക് മനസ്സിലായിട്ടുണ്ടോ ഉമറേ? ലഖദ് താബത്ത് തൗബ, ഈ പെണ്ണ്, ഈ ഉമ്മ ഒരു തൗബ ചെയ്തിട്ടുണ്ട് ഉമറേ. ഏത് തൗബയാണ്? ലൗ ഖുസിബത്ത്, ആ തൗബനെ ഓഹരി വെക്കപ്പെട്ടാൽ ഈ മദീനത്തിന്റെ ഹിലുകാരായ അല്ലെങ്കിൽ ഈ നാട്ടുകാരായ ഏറ്റവും കുറ്റം ചെയ്ത 70ഓളം ആളുകളിടയിലോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളിടയിലോ ആ ഒരു തൗബാന ഓഹരി വെക്കപ്പെട്ടാൽ എല്ലാവരുടെ ദോഷം പൊറുക്കാൻ ആ തൗബ മതിയാകും ഉമറേ. ആ നിലക്കുള്ള തൗബയാണ് ആ ഉമ്മ ചെയ്തത് ഉമറേ. അങ്ങനെയുള്ള ഉമ്മാന്റെ പേരിലല്ലാതെ പിന്നാരിലെ പേരിലാണ് ഉമറേ നിസ്കരിക്കേണ്ടത്. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ആ ഉമ്മന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നു, സ്വഹാബത്ത് കൂടെ നിസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തേ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്? അഥവാ നമുക്കാർക്കും തെറ്റില്ലാതെ കുറ്റമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളൊക്കെ കുറ്റബോധമുള്ളവരാവണം, തെറ്റിനെ പറ്റി ബോധമുള്ളവരാവണം.
പടച്ച റബ്ബിനോട് ആരും അറിയാത്ത സമയത്ത് നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന സമയം എല്ലാവരും പാതിരാക്ക് രാത്രി വീട്ടിൻ്റെ അകത്ത് കടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അത്തായത്തിനടിച്ച നിന്റെ വീട്ടുകാർ മറ്റ് ജോലി ചെയ്യുമ്പോൾ, ഓ ചെറുപ്പക്കാരാ, ഓ പണ്ഡിതന്മാരെ, നേതാക്കളെ, നമ്മളോട് വന്നിട്ട് ശൈത്താൻ പറയും, ഇബ്ലീസ് പറയും, നീ എന്തിനീ തൗബ ചെയ്യണം, നീ എത്ര വലിയ ആളാണ്, നീ എത്ര തങ്ക സംഘാടകനാണ്, നീ എത്ര വലിയ മൊയിലാരാണ്, നീ എത്ര വലിയ വേദ പറയുന്നവനാണ്, നീ എത്ര സാധുക്കളെ കാക്കുന്നവനാണ്, നീ എത്ര സഹായം ചെയ്യുന്ന ആളാണ്, നിനക്കെന്ത് തൗബ, നീ അല്ലാഹുവിന്റെ അടുക്കൽ വല്ല ഖബൂലിയത്തുള്ള ആളല്ലേ എന്ന് ശൈത്താൻ വന്നിട്ട് നിന്റെയും എന്റെയും തലയിൽ പറഞ്ഞിട്ട് എന്നെയും നിന്നെയും വലിയ ആളാക്കി നശിപ്പിക്കുമ്പോൾ ആ നഫ്സിനോടും ശൈത്താനോടും ജിഹാദ് ചെയ്തിട്ട് ഇല്ലടാ ഞാനൊന്നുമല്ല. അതാണ് മഹാനായ താജുൽ ഉലമ പറഞ്ഞത്, ഈ ഇരിക്കുന്ന നിങ്ങളാണ് എന്നെക്കാളും റബ്ബിന്റെ അടുക്കൽ, നിങ്ങളെ കൂട്ടത്തിൽ പലരും റബ്ബിന്റെ അടുക്കൽ ഖൈറായവരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ സ്വന്തം നഫ്സിനെ, സ്വന്തം ശരീരത്തിനെ എത്രത്തോളം ചെറുതാക്കി നിസ്സാരപ്പെടുത്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. എന്തും എൻ്റെ കയ്യിലില്ല, ഞാൻ വെറും കയ്യോടെ ഉള്ളവനാണ് എന്നൊരു ധാരണ നമുക്കെല്ലാവർക്കും വേണം കേട്ടോ. എത്ര പ്രവർത്തിച്ചാലും എത്ര തലകുത്തി മറിഞ്ഞാലും, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, വഫാത്തിന്റെ മുമ്പ് എഴുതി വെച്ച കടലാസ് ഇതാ ഇരിക്കുന്ന പള്ളങ്കോടും അതുപോലെ സൈദി മറ്റുള്ള പണ്ഡിതന്മാർക്കും എല്ലാം അറിയല്ലോ എൻ്റെ ഉസ്താദ് എഴുതി വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്നൊരു സുടുകേസിൻ്റെ ഉള്ളിൽ എൻ്റെ കഫൻ ചെയ്യാനുള്ള തുണിയുണ്ട്, എനിക്ക് കഫൻ ചെയ്യാനുള്ള എൻ്റെ ഖമീസുണ്ട്, വസ്ത്രങ്ങളുണ്ട്, കഫംപടയുണ്ട്. സുഹൃത്തുക്കളെ, പരിശോധിച്ച് നോക്കുമ്പോൾ അത് എപ്പോഴും വാങ്ങിയതാണ്. 50 കൊല്ലം മുമ്പ് 1965 ഉസ്താദ് ഹജ്ജിന് പോയ സമയത്ത്, ആ സമയത്ത് വാങ്ങി വെച്ച കഫംപുട, ആ സംസം വെള്ളത്തിൽ മുക്കി വെച്ചത്, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗറയോട് സ്പർശിച്ചത്, വിശുദ്ധ കഅബയുമായി തട്ടിച്ചു വെച്ചത്, മഹാന്മാരെ സർഗല ബറക്കത്തുകളും എല്ലാ ബറക്കത്തുകളും ലഭിച്ച ആ കഫൻ തുണി 50 കൊല്ലക്കാലം ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് തൻ്റെ സുടുകേസിൽ പെട്ടിയിൽ വെച്ചെങ്കിൽ, വലിയ വലിയ ദൂരമുള്ള യാത്രക്ക് പോകുമ്പോൾ ആ കമീസ്, ആ കഫൻ തുണി കൂടെ കൊണ്ടുപോയെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞത്, എന്നെ ആ കഫൻ തുണിയിൽ, ആ കമീസിൽ നിങ്ങൾ എന്നെ കഫൻ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ച് വന്നില്ലേ. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താകപ്പെട്ട ഒരു ശഅറേ മുബാറക്ക്, ബറക്കത്താകപ്പെട്ട റസൂലുള്ളാഹിന്റെ മുടിൻ്റെ ഒരു ചെറിയ ഘട്ടം, ഒരു ചെറിയ ഭാഗം അവിടുത്തെ കയ്യിലുള്ളത് ആ ഖബറിൽ കഫൻ തുണിൻ്റെ കൂടെ വെക്കാൻ വസിയ്യത്ത് പറഞ്ഞില്ലേ. എന്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം? ഞാൻ ഇത്ര കാലം ജീവിച്ചെങ്കിലും എൻ്റെ കയ്യിലൊന്നുമില്ല. ഒരിക്കലിങ്ങനെ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഹുസൈനെ, നിങ്ങളൊക്കെ പറയും എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് റബ്ബിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ, ആ റബ്ബിൻ്റെ അടുക്ക് രക്ഷപ്പെടുമ്പോൾ, റബ്ബിൻ്റെ അടുക്ക് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞെങ്കിൽ, അതുപോലെ മഹാനായ താജുൽ ഉലമയും പറഞ്ഞ വാക്കുകളുണ്ട്. ഞാൻ പറയട്ടെ, ആ മഹത്തുക്കളൊക്കെ സ്വന്തം കയ്യിലൊന്നുമില്ലെന്നും ഒരു ഒരുക്കം ഞങ്ങളെ കയ്യിലില്ലെന്നും ബേജാറായി സങ്കടപ്പെട്ട് കരഞ്ഞു പറഞ്ഞു. ആ നിലക്ക് പോകുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ മനസ്സിലെപ്പോഴും എൻ്റെ കയ്യിലൊന്നുമില്ലെന്നൊരു ധാരണ. ശൈത്താന് പറയും, നീ കുറെ ഉംറക്ക് പോയില്ലേ, നീ കുറെ ഹജ്ജിന് പോയില്ലേ, നീ ഒരുപാട് നൽകാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, നീ പേടിക്കാനെന്തുണ്ട്, നീ കരയാനെന്തുണ്ട് എന്നൊക്കെ ശൈത്താൻ പറയുമ്പോൾ, ആ ശൈത്താനിക്ക് വഴിപ്പെട്ട് നിന്റെ കൽബിന്റെ അകത്ത് കിബർ വന്നോ, അഹങ്കാരം വന്നോ, വലിപ്പത്തനം വന്നോ, നീ ഹലാക്കിന്റെ കുഴി തോണ്ടി, നീ ഹലാക്കിന്റെ വഴിയിലേക്ക് പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ ശൈത്താനെ മാറ്റി നിർത്തി എൻ്റെ കയ്യിലൊന്നുമില്ലെന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു. മഹാന്മാരെ സുഹബത്ത് കൊണ്ട്, സാദാത്യങ്ങളുടെയും അല്ലാഹുവിൻ്റെ ഉലിയാക്കളെയും സ്വാലിഹീങ്ങളെ സുഹബത്ത് കൊണ്ട്, അവരെ കൊണ്ട് ഞാൻ രക്ഷപ്പെടണം. എൻ്റെ കയ്യിലൊന്നുമില്ലെന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക്, ആ ഒരു താഴ്ചപ്പാടിലേക്ക്, ആ ഒരു താഴ്മയിലേക്ക്, തവാദുഇലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്തിപ്പെടണമെന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി എന്നോടും നിങ്ങൾ
നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെ പുറം ഭാഗം നന്നായിട്ടുണ്ട്, നമ്മളെ കൽബ് നന്നായില്ല. നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ പടച്ച റബ്ബിനെ പേടിക്കുന്ന, പടച്ച റബ്ബിനെ അറിയുന്ന, ആ റബ്ബിനിക്ക് തഖ്വ ചെയ്യുന്ന, ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന ഒരു കൽബ് നമുക്ക് കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ. അത് കിട്ടാൻ, ആ ഒരു ഈമാനികമായ ആവേശം നമ്മളെ കൽബിൻ്റെ അകത്ത് വന്ന് കിട്ടാൻ, അത് കാരണമായി നമ്മുടെ കണ്ണും കാതും നാവും കയ്യും സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. ആ നിലക്ക് അല്ലാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പാതിരാക്ക് വന്ന് മഴ നനഞ്ഞു ക്ഷീണിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. മഹാനായ സയ്യിദുനാ തങ്ങളവറുകൾ എത്ര പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ സഹിച്ച് അൽഹംദുലില്ലാഹ് ആ നാട്ടിൽ നിന്ന് സാധുക്കളായ നമ്മളെ കണക്കിലെടുത്ത് നമ്മളെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. എപ്പോഴും വരുന്നത് സാധുക്കളെ നമ്മളെ കണ്ടിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരുടെ മുഖം കണ്ട്, ആ മഹാന്മാരുടെ ആ ദുആയിൽ പങ്കെടുത്ത്, അവരുടെ ആ വലിയ പൊരുത്തം, അവരുടെ വലിയ തണൽ അല്ലാഹു നമുക്ക് നൽകണം. അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും മജ്ലിസിരുന്നോളി. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചത് നിങ്ങൾ തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ പേടിക്കണം, എന്നിട്ട് വഖൂനു മഹസ്സാദിഖീൻ, മഹാന്മാരെ കൂടെ നിന്നോളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെല്ലാവരും ഇവിടെ വന്ന് കൂടിയിട്ടുള്ളത്. നമ്മളെ കയ്യിൽ എന്തുമില്ല, നമ്മളെ കയ്യിൽ തഖ്വയില്ല, ഇബാദത്തില്ല. ഈ മഹാന്മാരെ തണൽ കൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ ഒരു നായിക് തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞില്ലേ, ഷമിലത്ത് കൽബഹും ബറക്കത്തുഹും, അസ്ഹാബുൽ കഹ്ഫിന്റെ ബറക്കത്ത് നായിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസ്ഹാബുൽ കഹ്ഫിന്റെ ഒരു നായിനെ പോലെ പാപങ്ങളായ നമ്മൾ ഈ മഹാന്മാരെ സ്നേഹിച്ചു ഇവരെ പിന്നിൽ കൂടുന്നുണ്ട്. അള്ളാഹു ഇവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് ആ റബ്ബ് പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവറുകൾ, അതുപോലെ മഹാന്മാരായ മറ്റു സാദാത്യങ്ങൾ, ഉലമാക്കൾ, അല്ലാഹുവേ അവർക്ക് ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. സർവ്വസാഹിര്യങ്ങളെ സിഹർ നീ ബാത്തിലാക്കണേ റഹ്മാനെ. എല്ലാ സിഹറും നീ നശിപ്പിക്കണേ റഹ്മാൻ. സകല ഫിത്നയിൽ നിന്നിട്ട്, സകല ഷർറുകളിൽ നിന്ന്, സകലമായ അപകടങ്ങളിൽ നിന്നിട്ട് മഹാന്മാരായ സാദാത്തുക്കൾ, ഞങ്ങളെ നേതാക്കളെയും ആലിമീങ്ങളെയും പ്രവർത്തകന്മാരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാനെ. എല്ലാ ശൈത്താനിനെയും, എല്ലാ കുഫ്രിയ ശൈത്താനിനെയും നീ നശിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ കാവലാകണം അല്ലാ. ഈ രാത്രി ഞങ്ങളൊക്കെ ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ ഖൽബ് ശുദ്ധീകരിച്ച് ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു തന്ന് ഞങ്ങളെ നീ ശുദ്ധിയാക്കി മടക്കി അയക്കണം റഹ്മാനെ. റമളാൻ കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണം അല്ലാ. മഹാനായ തങ്ങളുടെ ആ നേതൃത്വം നൽകുന്ന ദുആഉം മജ്ലിസും നീ ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് റമളാനും ഒരുപാട് മജ്ലിസും ഞങ്ങളുടെ ജീവിതത്തിൽ ആഫിയത്തോടെ നീട്ടിത്തരണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 25-ാം തീയതി ജാമിയ സഅദിയിലും ഇതുപോലെ 25-ാം രാത്രി റമളാൻ്റെ വലിയ മജ്ലിസുണ്ട്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്ന് വസിയത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.